ഹലോ, ഇന്ന് ഒരുപാട് സങ്കടം തന്ന ദിവസമാണ്. ഞാനിന്ന് എൻ്റെ വീട് കൊല്ലത്തും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കാലിക്കറ്റുമാണ്. അപ്പം ഞാനൊരു മാസത്തേക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് കാലിക്കറ്റേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 3:57 ട്രെയിൻ. കറക്റ്റ് ഒരു 3:30 ആയപ്പോൾ അവിടെ എത്തി. പിന്നെ അവിടെ നിന്ന് ഇത് കുടിച്ചു. ഇതൊരു ഫ്ലവേർഡ് മിൽക്കാണ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ടായിരുന്നു. ട്രിവാൻഡ്രം ടു കണ്ണൂർ ജനശതാബ്ദിയിലാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ പുതിയ കുറേ ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ട് ജനശതാബ്ദിയിൽ. അങ്ങനെ ആദ്യമായിട്ടാണ് ഈ ഒരു ട്രെയിനിൽ ചേഞ്ചസ് വരുത്തിയതിന് ശേഷം കയറുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. മൈൻഡൊന്നും ഒട്ടും ഓക്കെ അല്ല. അല്ലെങ്കിൽ വീട്ടിൽ വന്ന് നിന്നിട്ട് തിരിച്ച് പോകുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ് മനസ്സിൽ. ഇത്രയും ലോങ് ആയതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ വരികയാണെങ്കിൽ പെട്ടെന്നൊന്നും തിരിച്ച് പോകത്തില്ല. 1 മാസം 2 മാസമൊക്കെ നിന്നിട്ടേ പോകത്തുള്ളൂ. പക്ഷെ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും. പക്ഷെ എന്ത് ചെയ്യാനാ, ലൈഫ് ഇങ്ങനെയൊക്കെയാണല്ലോ, അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ വീട്ടിൽ നിന്ന് ഹെവി ആയിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ട്രെയിനിൽ പോകുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു ബിസ്ക്കറ്റ് ടൈപ്പ് സാധനവും ഈ ഒരു ഫ്രൂട്ടിയാണ് ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് കഴിച്ചത്. ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഹെവി ആയിട്ട് വേറെ ഒന്നും കഴിച്ചില്ല. കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പണി കിട്ടും, ഛർദ്ദിക്കാൻ മുട്ടും. അതൊരു മെയിൻ പ്രശ്നമാണ് എൻ്റെ. ഇതാണ് ചേഞ്ചസ് വരുത്തിയിട്ടുള്ള ഒരു സീറ്റ്. വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. ലോങ് യാത്രയ്ക്കൊന്നും പറ്റത്തില്ല, നടുവൊക്കെ വേനെടുക്കും. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 11 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്കും കാലിക്കറ്റ് എത്തിയായിരുന്നു. അങ്ങനെ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് വന്നപ്പോൾ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഇനി ആ ബൈക്ക് എടുക്കണം, എന്നിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. പോണ വഴിക്ക് നെഹദി മന്തി ഓപ്പൺ ആയിരുന്നു. അങ്ങനെ അവിടെ കയറിയിട്ട് മന്തി കഴിച്ചു. ഹണി മന്തിയാണ്, ഹണി പെരിപ്പരി അൽഫാം അങ്ങനെ എന്താണ് പറയുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി വീട് എത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി എന്നെ വെൽക്കം ചെയ്യാൻ ഈ 3 പേരാണുള്ളത്. 1 മാസമായിട്ട് എന്നെ കാണാത്തതിൻ്റെ ഒരു പരിഭവം പറിച്ചിലായിരുന്നു ഇതൊക്കെ. ഇതാണ് 3ാമത്തെ ആൾ. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഇവരെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.